അണ്ടർ ദി മഹാസംഗികാസ് ലൊക്കേറ്റഡ്. ഓക്കെ, അപ്പം ഈ ചോദ്യത്തിന് ഞാൻ ഡിഫറെന്റ് രീതിയിൽ നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. ഒന്നാമത്തത് എനിക്ക് സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് എന്താണ്? ധന്യകഥ എവിടെയാണ്? ഓക്കെ, അപ്പൊ അത് തന്നെ എനിക്ക് ചോദിക്കായിരുന്നു ഇല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് സിമ്പിൾ ആയിട്ട് ചോദിക്കായിരുന്നു, ധന്യകഥ ഇസ് ലൊക്കേറ്റഡ് ഇൻ, അല്ലെങ്കിൽ വേർ ഇസ് ധന്യകഥ ലൊക്കേറ്റഡ്. ഈ രണ്ട് രീതിയിലും എനിക്ക് ചോദ്യം സിമ്പിൾ ആയിട്ട് ചോദിക്കായിരുന്നു അല്ലേ? അപ്പം അങ്ങനെ ചോദിക്കാതെ UPSC ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ മുമ്പത്തെ അനാലിസിസ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UPSCയുടെ ലാംഗ്വേജും ഫ്രെയിമിംഗ് ഓഫ് ദ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ബിക്കോസ് ദർ ഇസ് എ പർപ്പസ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. എനിവേ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വീണ്ടും അത് വാച്ച് ചെയ്യാവുന്നതാണ്, കാണാത്തവർക്ക് അത് കാണാം. ഓക്കെ, സോ ഇതിലേക്ക് തന്നെ വരാം. അപ്പൊ ഈ ധന്യകഥ അപ്പൊ ഈ രീതിയിലല്ല ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ രീതിയിൽ എനിക്ക് ചോദ്യത്തിന് വീണ്ടും എന്ത് ചെയ്യായിരുന്നു, ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീജിയൻ വാസ് ധന്യകഥ വിച്ച് ഫ്ലറിഷ്ഡ് ആസ് എ പ്രോമിനന്റ് ബുദ്ധിസ്റ്റ് സെന്റർ ലൊക്കേറ്റഡ് എന്ന് പറയായിരുന്നു അല്ലെ? ഈ അണ്ടർ ദി മഹാസംഗികാസ് എന്നത് വെട്ടിക്കളഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ സെൻസ് മേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നില്ല, ഒരു ചേഞ്ചും വരുന്നില്ല, ഈവൻ ഗ്രാമാറ്റിക്കൽ എറർ പോലും വരുന്നില്ല. ബട്ട് എന്നിരുന്നിട്ട് പോലും അവിടെ എന്ത് ചെയ്തു, അണ്ടർ ദി മഹാസംഗികാസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ക്ലൂ തന്നു. ഓക്കെ, അതായത് ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ധന്യകഥ. ധന്യകഥ എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ഒരു ക്ലൂ ആണ്. ധന്യകഥ ഇതൊരു ക്ലൂ ആണ്. രണ്ടാമത്തത് അതൊരു ബുദ്ധിസ്റ്റ് സെന്റർ ആണ്, അതൊരു ക്ലൂ ആണ്. അതും ബുദ്ധിസ്റ്റ് സെന്ററിലെ മഹാസംഗിക ഗ്രൂപ്പിൻ്റെതാണ് ഈ പറയുന്നത്. ഓക്കെ, സോ ബുദ്ധിസത്തിലെ സ്ഥവിരവാദിൻസ്, മഹാസംഗികാസ്, ഹീനയാനാസ്, മഹായാനാസ്, താന്ത്രിക്, ഈ പറയുന്ന ഓരോ ഗ്രൂപ്പുകൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള മേജർ സെന്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, സോ ഇതില് ഈ പറയുന്ന മഹായാന സ്കൂളുകളായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സൗത്തിലേക്ക് മേജർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോമിനന്റ് ഗ്രൂപ്പായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നേരെ മറിച്ചിട്ട് ബാക്കി ഗ്രൂപ്പുകൾ ഹീനയാനാസ് അല്ലെങ്കിൽ സ്ഥവിരവാദിൻസ് ഇവരൊക്കെ ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി മഹാസംഗികാസ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഇത് സൗത്തിലുള്ള ഒരു ലൊക്കേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സൗത്തിലുള്ള ഒരു ലൊക്കേഷൻ ആണ്. ദെൻ ഈ ധന്യകഥ, ധന്യ ഈ പറയുന്ന രീതിയിലുള്ള വേർഡ്സ് ഏത് ലൊക്കേഷനിലാണ് ഇന്ത്യയിൽ കാണുന്നത് നോക്കുക. അത് മോസ്റ്റ്ലി ഇന്ത്യയുടെ ആന്ധ്രയുടെ നോർത്തേൺ റീജിയൻ, ഛത്തീസ്ഗഡ് ഈ ഒരു റീജിയനാണ് ധന്യകഥ എന്ന് വരുന്നത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് എന്തെന്ന് പറയുന്നത്, ദണ്ഡകാരണ്യം, അല്ലെങ്കിൽ ആ ഒരു ടേം എന്ന് പറയുന്നത് ദണ്ഡകാരണ്യ ഫോറസ്റ്റ്. അതൊക്കെ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ദണ്ഡകാരണ്യ ഫോറസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദി നോർത്തേൺ റീജിയൻസ് ഓഫ് ദി ആന്ധ്ര, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണ് ഈ പറഞ്ഞ ദണ്ഡകാരണ്യ പ്ലാറ്റോ ഒക്കെ എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് വിച്ച് ഇസ് മോസ്റ്റ്ലി സിമിലർ ടു ദി ലാംഗ്വേജ് ആന്ധ്ര. ഓക്കെ, അല്ലെങ്കിൽ ആന്ധ്രയിലുള്ള ലാംഗ്വേജ് ആയിട്ട്, ആന്ധ്രയിലെ ലൊക്കേഷൻസ് ആയിട്ട് സിമിലർ ആയിട്ട് വരുന്ന ഒരു പ്രദേശമാണ് ഇത് എന്നത് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. പിന്നെ ബുദ്ധിസ്റ്റ് സെന്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കറിയാം ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് ഒരു പ്രോമിനന്റ് ബുദ്ധിസ്റ്റ് സെന്റർ ആയിരുന്നു. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ? കാരണം ബുദ്ധയുടെ സമയത്ത് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിച്ചിട്ടുണ്ട് 3 പ്രോമിനന്റ് സ്കൂളുകൾ. ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഗന്ധാര വരുന്നുണ്ട്, ദെൻ എന്ത് വരുന്നുണ്ട്, മധുര വരുന്നുണ്ട് നോർത്തില്, ദെൻ പിന്നെ എന്ത് വരുന്നുണ്ട്, ആന്ധ്രയിലുള്ള അമരാവതി സ്കൂളും വരുന്നുണ്ട്. സോ ആന്ധ്ര എന്ന് പറയുന്നത് ഒരു പ്രോമിനന്റ് ബുദ്ധിസ്റ്റ് സെന്റർ ആണ്. അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മഹായാന ബുദ്ധിസമാണ്. അതുകൊണ്ടാണ് അമരാവതി സ്കൂളുകളിൽ ആദ്യമായിട്ട് ബുദ്ധയുടെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ എല്ലാ ഇൻഫർമേഷൻസും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിന്റെ ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ചോദ്യമല്ലേ, ധന്യകഥ ഇസ് ലൊക്കേറ്റഡ് ഇൻ, അതൊരു ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ ആണ്, ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ അല്ല അല്ലേ? ധന്യകഥ പ്ലേസസ് ഇൻ ന്യൂസ്, അല്ലെങ്കിൽ പ്ലേസസ്, അതൊരു മാപ്പിലെ ഈ പ്ലേസ് ഏതാ, ഒരു ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബട്ട് അതിനെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ ആക്കുന്നത് എന്താണ്? ധന്യകഥയ്ക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനുശേഷം വരുന്ന 2 ക്ലൂ, ഒന്ന് ബുദ്ധിസ്റ്റ് ആണ്, രണ്ടാമത്തേത് അത് മഹായാന ബുദ്ധിസമാണ്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്താണ് അതൊരു പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ ആവുന്നത്. ദെൻ ധന്യകഥ എന്ന് പറയുന്ന ആ ഒരു വാക്കും കൂടെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കൂടെ ഞാൻ പറയുന്നത് എക്സാക്ട് ആൻസറിലേക്ക് എത്താമെന്ന് എവിടെയും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആർഗ്യൂ ചെയ്യുന്നില്ല, അത് പറയാനും പറ്റില്ല. ബട്ട് എനിവേ കുറെ കൂടെ ആക്യുറേറ്റ് ആൻസറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് നോക്കാം, ഈ പറയുന്ന ഓരോ രീതിയിലും ഓരോ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ 1 വേർഡ് അല്ലെങ്കിൽ
പിക് ദി ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇതിനൊക്കെ ഓരോന്നിനെയും എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളത് ഈ രീതിയിൽ നമ്മൾ ആനലൈസ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ സീരീസ് 2-ലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ചെയ്യും എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. നമ്മൾ ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കാറ്റഗറീനെ എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മുടെ അടുത്ത കാറ്റഗറിയാണ് പെയർ ടൈപ്പ് എന്ന് പറയുന്നത്. സോ പെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യണം, PYQ പോകണം. അപ്പം അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ ഗോൾഡൻ റൂൾ പെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആർ ഓൾവേസ് ട്രൂ. അതിന് എക്സാമ്പിൾസ് ആണ് ഫ്യൂ, സം, ക്യാൻ, മേ. ഇങ്ങനത്തെ ടേംസ് ഒക്കെ എന്താണ്? ഓൾവേസ് ട്രൂ. ബട്ട് ഇവിടെ ഒരു സാധനം കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. നമ്മൾ നേരത്തെ നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UPSCയുടെ ലാംഗ്വേജസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പം എന്തെങ്കിലും ഒരു സാധനത്തിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UPSC അവിടുത്തെ ലാംഗ്വേജിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനും കൂടെ നിങ്ങൾ ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ഈ പറയുന്ന ഫ്യൂ, സം, ക്യാൻ, മേ എന്നത് റോങ് ആയിട്ട് വരും. എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ബട്ട് എനിവേ നമുക്ക് ഈ ഒരു സെഷൻ എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇത് ഒന്നും കൂടെ പറയണം. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി ദ മെറ്റീരിയൽ ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ്, ഇതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ചോദ്യത്തിൽ ശ്രദ്ധിക്കുക, ക്യാൻ ബി അല്ലെ, കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി ഓരോന്ന്, കൺസ്ട്രക്ഷൻ ഓഫ് ദി ബേസ് റോഡ്, ദെൻ ഇംപ്രൂവ്മെന്റ് ഓഫ് ദി അഗ്രികൾച്ചറൽ സോയിൽ, പ്രൊഡക്ഷൻ ഓഫ് ദി സിമെന്റ്. ഇതാണ് ചോദ്യം. ഇതേ ചോദ്യത്തിന് ഞാൻ മാറ്റുകയാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്നാക്കിയിട്ട് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് മാറ്റി എഴുതാൻ പോവാണ്. ഇവിടെ സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, ഞാൻ എല്ലാത്തിന്റെയും മുമ്പിൽ ആഡ് ചെയ്യുന്നത് സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. ഇനി ഈ പറയുന്ന ഓരോന്നും സെപ്പറേറ്റ് വായിച്ചു വെക്കുക. അതായത് സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബേസ് റോഡ്. അപ്പൊ അതിൽ എന്തുണ്ട്? ക്യാൻ ഉണ്ട്. ഇനി രണ്ടാമത്തത് സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് ദി അഗ്രികൾച്ചറൽ സോയിൽ. ക്യാൻ ബി യൂസ്ഡ് ഫോർ, ക്യാൻ ആണ് പറഞ്ഞത്, യൂസ് ചെയ്യാം. ഓക്കെ, പോസിബിലിറ്റി ഉണ്ട്. ഇതിനടുത്തത് സ്റ്റീൽ സ്ലാഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് സിമെന്റ്. ഇപ്പം എല്ലാ സ്റ്റേറ്റ്മെന്റിലും ക്യാൻ അല്ലേ, അപ്പൊ ക്യാൻ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എന്താണ്? ട്രൂ ആണ്. അപ്പം ഡെഫിനറ്റ്ലി ഇതിന്റെ ആൻസർ എന്താണ്? 1, 2, 3 ആണ്. ഓക്കെ, സോ ഇത് ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ എന്ത് ചെയ്തിട്ടില്ല, UPSCയുടെ ലാംഗ്വേജിലോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റോ ഒന്നും UPSC ആഡ് ചെയ്തിട്ടില്ല. സോ ക്യാൻ വരുന്നുണ്ടോ? ഇറ്റ്സ് ട്രൂ. then അടുത്തത് 18ാമത്തത്, വിത്ത് റെഫറൻസ് ടു ഫർണസ് ഓയിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഒന്നാമത്തത്, ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദി ഓയിൽ റിഫൈനറീസ്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ്, അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു എന്താ പറയുക, പെയർ ടൈപ്പ് ക്വസ്റ്റ്യനിലെ സെയിം പാറ്റേൺ ക്വസ്റ്റ്യന്റെ അനാലിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഈ ഫസ്റ്റ് വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വരുന്നത്. സം ഇൻഡസ്ട്രീസ്, സം നമ്മൾ പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഫ്യൂ, സം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഡെഫിനറ്റ്ലി എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ ഇറ്റ്സ് യൂസ് കേഴ്സസ് സൾഫർ എമിഷൻ ഇൻ ടു എൻവറോൺമെന്റ്. സോ ഇത് രണ്ടും ശരിയാണോ തെറ്റാണോ അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡെഫിനറ്റ്ലി കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം ഇതിന്റെ ആൻസർ. സോ സം വരുന്നത് UPSC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ആ ഒരു ട്രഡീഷൻ ആണ് ഈ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് വെച്ചിട്ട് കളിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ക്യാൻ, സം, ഫ്യൂ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ അത് മാത്രം ഞാൻ പറഞ്ഞാൽ പോരല്ലോ, എപ്പോഴാണ് ഈ പറയുന്ന ക്യാൻ, സം, മേ ഇത് റോങ് ആവുക എന്നതും കൂടെ പറയണ്ടേ? ഡെഫിനറ്റ്ലി പറയണം, അതല്ലെങ്കിൽ നിങ്ങൾ അത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഈ 15ാമത്തെ ചോദ്യം നോക്കിയിട്ട് ഇതിന്റെ ഉത്തരം നിങ്ങൾ ഒറ്റയടിക്ക് പറയാം. ഓക്കെ, 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യാം, പറയാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇവിടെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട എന്തൊക്കെയാണ്, ഇവിടെ മേ കിടക്കുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻ കിടക്കുന്നുണ്ട്, ഇവിടെ ദേ മേ റിലീസ്. ഓക്കെ, സോ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും, ജസ്റ്റ് നിങ്ങളൊന്ന് പറയാം. അപ്പൊ മേ, ക്യാൻ, മേ, ഇപ്പൊ ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആയിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടുത്തെ 1ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കുക. രണ്ടും പറയുന്നത് ഈ പറയുന്ന സ്മെൽറ്റിംഗ് പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്ന എന്താ പറയാ ആ ഒരു ഗ്യാസസിനെ കുറിച്ചിട്ട് തന്നെയാണ് അല്ലെ. ബട്ട് ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഈ പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ മാത്രം അവർ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് പറയായിരുന്നു ഇല്ലേ. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ദേ മേ റിലീസ് സൾഫർ ഡയോക്സൈഡ് ആസ് പൊല്യൂട്ടൻ. അതുപോലെ തന്നെ ഇവിടെ പറയായിരുന്നില്ലേ,
ദേ മേ റിലീസ് കാർബൺ മോണോക്സൈഡ് ആസ് പൊല്യൂട്ടന്റ് ഇൻ ടു എൻവറോൺമെന്റ് എന്ന് പറയായിരുന്നു. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആകുമായിരുന്നു. പക്ഷേ അതിന്റെ കൂടെ അവരൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്തു. അപ്പം ഈ മേ എന്നതിന്റെ കൂടെ എന്ത് ചെയ്തു? ലീതൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു. ഓക്കെ, ലീതൽ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ മരണപ്പെടുന്ന അളവിൽ എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ മേ എന്ന് പറയുന്നത് റോങ് ആവുന്നത്. അതർവൈസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ട്രൂ. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതിന്റെ വേർഡ്സ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ലീതൽ എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത്, വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ഒരേപോലെ, ഒരേ പാറ്റേൺ, ഒരേ ഗ്രൂപ്പിങ്ങിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? UPSC തന്നിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്താണ്, നമ്മുടെ ഫസ്റ്റ് സീരീസിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഒരു ഗ്രൂപ്പിംഗിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് 1, 3. പക്ഷെ ഇത് രണ്ടും എന്ത് ചെയ്യുന്നില്ല, ഒരേപോലെ വരാത്തതിന് കാരണം എന്താണ്? ഒന്നാമത്തതില് UPSC കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്തു. അപ്പം ആ ആഡ് ചെയ്ത അഡീഷണൽ ഇൻഫർമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ റോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ അഡീഷണൽ ഇൻഫർമേഷൻ ആഡ് ചെയ്ത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒന്നുകൂടെ നിങ്ങളൊന്ന് പ്രോസസ് ചെയ്യുക. പറഞ്ഞത് എന്ത് ചെയ്യുക, വീണ്ടും വീഡിയോ ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ പ്രോസസ് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ എന്തായിരിക്കും, തറോ ആയിട്ട് ഐഡിയ മൈൻഡിലേക്ക് വരും. ഓക്കെ, ദെൻ 37ാമത്തേതിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കുക, ബയോഫിലിംസ് ക്യാൻ ഫോം, ക്യാൻ ഫോം, ക്യാൻ ഫോം. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇവിടുത്തെ പോലെ ഒരു സ്റ്റേറ്റ്മെന്റിലും എക്സ്ട്രാ ആയിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എല്ലാതും എന്താന്ന് പറയാ, ഒരു 1.5 ലൈൻ, 1.5 ലൈൻ, 1.5 ലൈൻ. സോ ആൻസർ ഇസ് ഡി. എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ക്യാൻ, 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 ഓൾ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ 2022 വരെ മാത്രമേ പറ്റുള്ളൂ. 2023 അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാരണം ഇതുപോലത്തെ 1, 2, 1, 3 ആ സാധനം നമുക്കില്ലല്ലോ. നമുക്ക് തന്നത് പെയർ ടൈപ്പ് ആണ്. അപ്പൊ നമുക്ക് പെയർ ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് ഇതെങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന് നോക്കാം. സോ ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളും എന്താണ്, 2023 ചോദിച്ചിട്ടുള്ളതാണ്. സോ ഒന്നാമത്തെ ചോദ്യത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ കാണാം. സം, 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 സം. അപ്പം നേരത്തെ ഇതേ സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ബയോഫിലിംസ് ക്യാൻ, ക്യാൻ, ക്യാൻ. സ്റ്റേറ്റ്മെന്റിന്റെ ലെങ്ത് നോക്കുക, 1.5 ലൈൻ, 1.5 ലൈൻ, 1.5 ലൈൻ. ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾ നോക്കുക, സ്റ്റേറ്റ്മെന്റിന്റെ ലെങ്ത് എത്ര നോക്കുക. ഈ പറയുന്ന മാതിരി 1.5, 1.5, 1.5, 1.5. അപ്പൊ നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞില്ലേ, എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ റോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷനും ആഡ് ചെയ്തിട്ടില്ല. സോ ഇവിടെ സം മഷ്റൂംസ് ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടാവാം. ഓക്കെ, ദെൻ സം മഷ്റൂംസ് ഹാവ് സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ്. ഇവിടെ എന്താ പറയുക, കൺക്ലൂസീവ് ആയിട്ട് പറയുന്നില്ല. ഒരു മേ പോലെ ഒരു അൺസർട്ടൈൻ സ്റ്റേറ്റ്മെന്റ് ആണ് അത്. സം മഷ്റൂംസ് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി എന്താണ് സെക്കൻഡ് കറക്റ്റ്. തേർഡ്, സം മഷ്റൂംസ് ഹാവ് ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവാം. ഡെഫിനറ്റ്ലി നമുക്ക് കൺക്ലൂസീവ് ആയിട്ട് ഉണ്ട് എന്നല്ല പറയുന്നത്, സം മഷ്റൂംസ് ഹാവ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏതെങ്കിലും 1, 2 മഷ്റൂംസിന് ഉണ്ടെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. ദെൻ സം മഷ്റൂംസ് ഹാവ് ബയോലുമിനസെന്റ് പ്രോപ്പർട്ടീസ്. ഡെഫിനറ്റ്ലി നമ്മൾ കേട്ടിട്ടുണ്ട് ചില മഷ്റൂംസിന് ബയോലുമിനസെന്റ് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത്. ബട്ട് എനിവേ ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. സോ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഓൾ 4. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, അതായത് ഞാൻ ജസ്റ്റ് സം എന്ന് പറയുന്ന ഒരു ജനറലൈസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, യൂസ് ചെയ്തിട്ടുള്ള വേർഡ് എങ്ങനെയാണ്, അതിനെ കോൺട്രാഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് UPSC അവിടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങളെ സൈമൾട്ടേനിയസ്ലി നിങ്ങൾ പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദി ആൻസർ വിൽ ഗോ റൈറ്റ്. ഓക്കെ, ബ്ലൈൻഡ് ഗസ്സിങ്ങോ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് സം ഉണ്ട് എല്ലാം നമ്മൾ ട്രൂ ആയിട്ട് എടുക്കാം എന്നല്ല പറയുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ട് തെറ്റാവുന്നുണ്ട്, എന്തുകൊണ്ട് റോങ് ആവുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് തെറ്റാവുന്നുണ്ട്, എന്തുകൊണ്ട് ശരിയാവുന്നുണ്ട്, എന്തുകൊണ്ട് റൈറ്റ് ആവുന്നു, റോങ് ആവുന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അതും കൂടെ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ദെൻ 18ാമത്തത് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. അവിടെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ ലെങ്ത് നോക്കുക. 3 ലൈൻ, 3 ലൈൻ, 3 ലൈൻ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. UPSC കൊടുക്കുന്ന സ്ട്രക്ചർ, UPSCയുടെ ലാംഗ്വേജ്, UPSCയുടെ ഫ്രെയിമിംഗ്, UPSC നൽകുന്ന ഓപ്ഷൻസ്, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നമുക്ക് കുറെ കൂടെ ആൻസേഴ്സ് റൈറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. കാരണം ഇതൊക്കെ UPSCക്ക് ചേഞ്ച് ചെയ്യായിരുന്നു അല്ലേ. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ലെങ്ത് കുറയ്ക്കാൻ UPSCക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ബട്ട് ഇന്റൻഷനലി ഈ പറയുന്ന 1, 2, 3 എല്ലാത്തിനും ഒരേ ലെങ്ത്തിൽ തന്നു. ദെൻ എല്ലാത്തിനും എന്ത് ചെയ്തു, സം ആഡ് ചെയ്യുകയും ചെയ്തു, വളരെ സ്പെസിഫിക് ആയിട്ട്. ദെൻ ആൻസർ ഇസ് അബ്സല്യൂട്ട്ലി ഓൾ 3. ഓക്കെ, ദെൻ അടുത്തതിൽ നിങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ട് പറയും ഇതിൽ എവിടെയാണ് സമ്മ് കിടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ്
ക്യാൻ കിടക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഫ്യൂ കിടക്കുന്നത് അല്ലെ? കാരണം അങ്ങനത്തെ ചോദ്യം അല്ലല്ലോ ഇതെന്നുള്ളത് ഒറ്റയടിക്ക് നിങ്ങൾ പറയും. ബട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അൾട്ടർ ചെയ്യാൻ പോവാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. കൺസിഡർ ദ ഫോളോയിങ്. ഒന്നാമത്തത് എയറോസോൾസ്, രണ്ടാമത്തത് ഫോം ഏജൻസ്, മൂന്നാമത്തത് ഫയർ റിട്ടാർഡൻസ്, ദെൻ ലാസ്റ്റ് ലൂബ്രിക്കൻസ്. ഒന്നുകൂടെ വായിക്കാം, വീണ്ടും ശ്രദ്ധിച്ച് വായിക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എയറോസോൾ എന്നല്ല, എയറോസോൾസ് അല്ലെ? നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബഹുവചനം എന്ന് പറയും. എയറോസോൾസ് കോമൺ ആയിട്ട് പറയുന്നതാണ്. ഫോം ഏജൻസ് കോമൺ ആയിട്ടാണ് പറയുന്നത്. ഫയർ റിട്ടാർഡൻസ്, ഒരുപാട് ഫയർ റിട്ടാർഡൻസ് ഉണ്ട്. ദെൻ ലൂബ്രിക്കൻസ്, ഒരുപാട് ലൂബ്രിക്കൻസ് ഉണ്ട്. ദെൻ ബാക്കിയും കൂടെ വായിച്ചു നോക്കാം. ഇൻ ദി മേക്കിംഗ് ഓഫ് ഹൗ മെനി ഓഫ് ദി എബവ് ആർ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് യൂസ്ഡ്? ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാറല്ലോ, ഓക്കെ ഈ ഒരു ലൂബ്രിക്കൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യൻസിന് ഞാൻ റീഫ്രെയിം ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ചെയ്യാം? ഈ പറയുന്ന ഇതേ പാറ്റേണിൽ ഞാൻ മാറ്റാണ്. ഓക്കെ, സം എയറോസോൾസ് യൂസ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്. സ്റ്റേറ്റ്മെന്റ് മാറിയത് കണ്ടോ? സം എയറോസോൾസ് യൂസ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് എന്ന് ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാറ്റിയാൽ ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ? ടെൽ മീ, ട്രൂ ആണോ ഫാൾസ് ആണോ? യെസ്, ഇറ്റ് ഇസ് ട്രൂ. ദെൻ രണ്ടാമത്തത് സം ഫോം ഏജൻസ് യൂസ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, ട്രൂ ആണോ ഫാൾസ് ആണോ? യെസ്, ഇറ്റ് ഇസ് ട്രൂ. ദെൻ തേർഡ് വൺ, സം ഫയർ റിട്ടാർഡൻസ് യൂസ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, ട്രൂ അല്ലേ? നാലാമത്തത് സം ലൂബ്രിക്കൻസ് യൂസ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്. അപ്പം ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഹൗ മെനി ഓഫ് ദി എബോവ് ആർ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് യൂസ്ഡ്? ഏതെങ്കിലും ഒന്നിൽ യൂസ് ചെയ്താൽ മതി, എല്ലാത്തിലും എന്നുള്ള അർത്ഥത്തിലല്ല ചോദിച്ചിട്ടുള്ളത്. സോ ഏതെങ്കിലും ഒന്നിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് ട്രൂ ആണ്. സോ ഹിയർ ആൻസർ ഈ ക്വസ്റ്റ്യനും ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ 16ാമത്തെയും 17ാമത്തെയും അതേ കാറ്റഗറി തന്നെയാണ് ഈ പറയുന്ന 28ാമത്തെ ചോദ്യം. അതായത് 16ാമത്തെയും 18ാമത്തെയും ചോദ്യത്തിന്റെ അതേ കാറ്റഗറിയിലാണ് 20ാമത്തെ ചോദ്യം വരുന്നത്. ഇതൊക്കെ അടുപ്പിച്ച് UPSC കൊടുത്തിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, കാരണം പാറ്റേൺ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നു. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് എന്താ പറയാ, അത്രയധികം ക്ലൂ UPSC തന്നിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് അത് എന്ത് ചെയ്യില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ആൻസർ എന്താണ്? ഓൾ ഫോർ ആൻസർ ആയി. ഓക്കെ, ദെൻ അടുത്ത ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കുക. ഉത്തരം ഞാൻ ഡെഫിനറ്റ്ലി മാർക്ക് ചെയ്തിട്ടുണ്ട്, ബട്ട് എന്ത് ലോജിക്കിന്റെ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഞാൻ ഏതായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. വീണ്ടും 60, 66 അടുത്തടുത്ത് കിടക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിന്റെ നേച്ചർ ഡിഫറെന്റ് ആണ്. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ല, UPSCയുടെ ലാംഗ്വേജ് നമ്മൾ അത്രയധികം ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെയൊക്കെ സം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ പറയുന്നൊന്നും ശരിയല്ല. ഐ മീൻ ഒരു ക്വസ്റ്റിന്റെ എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ലെങ്ത് ഒക്കെ നോക്കിയിട്ട് അത് ട്രൂ ആണ് എങ്ങനെ പറയാം, അത് തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെന്നുള്ള എങ്ങനെ പറയാം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ബട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇവിടുത്തെ ഇതേ പാറ്റേൺ തന്നെയാണ് ഇതിൽ എല്ലാത്തിലും കാണുന്നത്. ഇതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ എല്ലാത്തിലും കാണുന്നത്. ഇനി ഇവിടേക്ക് ഒന്ന് നോക്കുക, അതേ പാറ്റേൺ തന്നെയാണ് നിങ്ങൾ ഇവിടെയും കാണുന്നത് അല്ലെ? ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് നൺ സെയിം പാറ്റേൺ തന്നെയാണ് കൊടുക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടേ ഇല്ല. ഇനി ഇവിടുത്തെ നമുക്ക് ഈ ഒരു അനാലിസിസ് നടക്കാം. ഫസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ക്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയാണ്, 2023 ആ ഒരു പേപ്പർ സോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു സ്റ്റുഡന്റിന് അല്ലെങ്കിൽ ഒരു ആസ്പിറന്റിന് ഇതൊന്നും പ്രോസസ് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം എന്നോ ഇങ്ങനെയൊന്നും അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ആ ഒരു അറ്റംപ്റ്റിന് ഡെഫിനറ്റ്ലി ഒരു ഹാൻഡ്സ് ഓഫ്. ഓക്കെ, അത്രത്തോളം എഫേർട്ട് അവർ എടുത്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തവരും അതുപോലെ തന്നെ ആ അറ്റംപ്റ്റ് എടുത്തവരും ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ ഡയറിങ് അറ്റംപ്റ്റ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു എന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ആ ഒരു പ്രഷർ സിറ്റുവേഷനിലായിരുന്നു. ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതോട് കൂടിയിട്ട് നമ്മുടെ കിളി പാറിപ്പോയി. ഓക്കെ, ഇത് എങ്ങനെ സോൾവ് ചെയ്യണം, ഇത് ഞാൻ പഠിച്ച പാറ്റേൺ അല്ലല്ലോ, ഞാൻ ഡിഫറെന്റ് പാറ്റേൺസ് പ്രാക്ടീസ് ചെയ്തില്ലല്ലോ എന്ന അവസ്ഥയിലായി പോയി നമ്മൾ. അപ്പം ആ ഒരു പാറ്റേൺ മാറിയിട്ട് ഡിഫറെന്റ് പാറ്റേണിൽ പ്രാക്ടീസ് ചെയ്തവർക്ക് ഓക്കെ ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട്, അതായത് ഓരോ ട്രിക്സിനും ഞാൻ നേരത്തെ പറഞ്ഞ അഡാപ്റ്റബിലിറ്റി ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്തുകൊണ്ടാണ് ആദ്യത്തിൽ ഓരോ കീവേഡ്സും അത്രത്തോളം പ്രിസൈസ് ആയിട്ട് അനലൈസ് ചെയ്തെടുത്തതെന്ന്? അഡാപ്റ്റബിലിറ്റി മാറ്റേഴ്സ് ഹിയർ. ഈ ക്വസ്റ്റ്യൻസ് കണ്ട് പെർഫെക്റ്റ് ആയിട്ട് ആര് അഡാപ്റ്റ് ആയോ ദേ ക്വാളിഫൈഡ് ഇറ്റ് വിത്ത് ഈസ്. 90+ മാർക്സ് സുഖമായിട്ട് നേടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്ട്ലി ആസ് എ ഫ്യൂവൽ ഫോർ ദി ഇന്റേണൽ കമ്പസ്റ്റൻ. ക്യാൻ ബി ചെയ്യാം. ദെൻ ക്യാൻ ബി ബ്ലെൻഡഡ് വിത്ത് നാച്ചുറൽ ഗ്യാസ് ആൻഡ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ഫോർ ഹീറ്റ്. സെയിം, ഈ രണ്ടും എന്താ പറയുക ഒരേ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ടു റൺ വെഹിക്കിൾ. ക്യാൻ ബി അവിടെ ഒന്നും എന്തില്ല,
വേറൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ ലീതർ ക്വാണ്ടിറ്റി അതുപോലത്തെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സോ ഓൾ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അതിനകത്തൊന്നും പറയാനില്ല, ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം കിട്ടും. പിന്നെ അടുത്തത് 66ാമത്തേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെന്റൻസ് ഞാൻ റീഫ്രൈസ് ചെയ്യും. ഓക്കെ, നമുക്ക് ചോദ്യം ഒന്ന് വായിക്കാം. വിത്ത് റെഫറൻസ് ടു കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തത് നൺ ഓഫ് ദം യൂസ് സീ വാട്ടർ. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നൺ ഓഫ് ദം ഇസ് സെറ്റപ്പ് ഇൻ വാട്ടർ സ്ട്രെസ്ഡ് ഡിസ്ട്രിക്ട്. മൂന്നാമത്തത് നൺ ഓഫ് ദം ഇസ് പ്രൈവറ്റ്ലി ഓൺഡ്. അപ്പൊ ഈ നൺ ഓഫ് ദി എന്ന് കേൾക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. എന്നിട്ട് ഇതിലെ കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഐ മീൻ UPSC ചോദിച്ചിട്ടുള്ളത്. ഞാൻ സെന്റൻസ് നിങ്ങൾക്കൊന്ന് ഈസി ആക്കിയിട്ട് റീഫ്രൈസ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഒരു കീവേഡ് ആയിരുന്നു സം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് റീഫ്രൈസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ ആണ്. അപ്പൊ ഞാൻ പറയാണ് സം ഓഫ് ദം യൂസ് സീ വാട്ടർ. സം ഓഫ് ദം യൂസ് സീ വാട്ടർ. ഞാൻ മാറ്റി, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാറ്റി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ മാറ്റാണ്. സം ഓഫ് ദം ഇസ് സെറ്റപ്പ് ഇൻ വാട്ടർ സ്ട്രെസ്ഡ് ഡിസ്ട്രിക്ട്. സം ഓഫ് ദം സെറ്റപ്പ് ഇൻ വാട്ടർ സ്ട്രെസ്ഡ് ഡിസ്ട്രിക്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ മാറ്റാണ്. സം ഓഫ് ദം ഇസ് പ്രൈവറ്റ്ലി ഓൺഡ്. അല്ലേ? ഇപ്പം എല്ലാം നേരത്തെ പറഞ്ഞ ഇതേ പാറ്റേണിലേക്ക്, ക്യാൻ ബി പാറ്റേണിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ഈ സം പാറ്റേണിലേക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻ വന്നില്ലേ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ക്വസ്റ്റ്യനെ ജസ്റ്റ് ഒന്ന് റീഫ്രേസ് ചെയ്തു. ഓക്കെ, സോ ഒന്നാമത്തത് സം ഓഫ് ദം യൂസ് സീ വാട്ടർ. സം ഓഫ് ദം ഇസ് സെറ്റപ്പ് ഇൻ വാട്ടർ സ്ട്രെസ് ഡിസ്ട്രിക്ട്. സം ഓഫ് ദം ഇസ് പ്രൈവറ്റ്ലി ഓൺഡ്. അപ്പം ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? കറക്റ്റ് ആണ്, അല്ലെ? 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബട്ട് ഇവിടെ എന്താ ചോദിച്ചത്? നൺ ഓഫ് ദം. അതിനെ റിജക്ട് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഞാൻ ഇവിടെ എടുത്തത്. സം ഓഫ് ദം സെറ്റപ്പ് ആണ്. അപ്പൊ നൺ ഓഫ് ദം എന്ന് പറയുന്നത് റോങ് ആണ്. നൺ ഓഫ് ദം എന്ന് പറയുന്നത് റോങ് ആണ്. നൺ ഓഫ് ദം എന്ന് പറയുന്നത് റോങ് ആണ്. അപ്പൊ ഇവിടെ എന്താ ആൻസർ? നൺ ആയി. സം ഓഫ് ദം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓൾ 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആവുമായിരുന്നു. നൺ ഓഫ് ദം എന്ന് പറഞ്ഞതുകൊണ്ട് നൺ ഓഫ് ദി. ഒറ്റൊന്നും എന്താ കറക്റ്റ് അല്ല. ആൻസർ ഈ സൈഡ് കിട്ടില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻസിന്റെ അനാലിസിസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു UPSC ഇസ് എ മാസ്റ്റർ ഓഫ് ഡിസ്കൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം UPSC പലരും കരുതുന്നത് UPSCക്ക് ഒരു പ്രോപ്പർ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും മെയിൻസ് എക്സാമിനേഷന് ഇല്ല എന്നാണ്, അല്ലേ? പക്ഷെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു UPSC എങ്ങനെയാണ് മെയിൻസിന് മാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് ഓരോ സെക്ഷനും എങ്ങനെയാണ് മാർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് UPSCയുടെ പേപ്പറിൽ തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു തെളിവ് സഹിതം. അതായത് ഇപ്പോൾ 12 മാർക്കിന്റെ ചോദ്യമാണ്, 12.5 മാർക്കിന്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ 3.5 + 9 ഈ രീതിയിൽ UPSC എങ്ങനെയാണ് ഒരു ചോദ്യത്തിന് മാർക്ക് ഡിവിഷൻ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ മെയിൻസ് അനാലിസിസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും വെറും 4 ചോദ്യത്തിന് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് UPSC ഇസ് എ മാസ്റ്റർ ഓഫ് ഡിസ്കൈസ്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇങ്ങനെ തരാൻ പറ്റുമായിരുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. എന്നാൽ അതിനെ ഈ രീതിയിലേക്ക് മാറ്റിയ സമയത്ത് നമുക്കത് ടഫായിട്ട് മാറി, നമ്മൾ അറിയാത്ത പാറ്റേൺ ആയിട്ട് മാറി, നമുക്ക് ഈ സാധനം അപ്ലൈ ചെയ്യാൻ കഴിയാതെ പോയി. സോ നമുക്കൊരു വൈഡർ തിങ്കിങ്ങിൽ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തെടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു എക്സാം അനാലിസിസ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറെ കൂടെ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യും, എത്തിക്കും. ഓക്കെ, അപ്പം അത്രയും ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ ഏകദേശം ഒരു 5-6 ക്വസ്റ്റ്യൻസ്, ഇനിയും ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ബട്ട് എല്ലാം ഞാൻ എടുക്കുന്നില്ല. കുറച്ച് ക്വസ്റ്റ്യൻസിന് എല്ലാ കാറ്റഗറിയിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസിനെ എടുത്ത് കാണിച്ചാണ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ബട്ട് എനിവേ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് പെയർ ടൈപ്പിൽ നിങ്ങൾക്ക് കിട്ടും എന്നത് മനസ്സിലായല്ലോ. ഇനി ഇവിടെ വരുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടായിരിക്കും, പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, അതായത് ഒന്നും ആ ഒരു ടേംസിന് എന്തെങ്കിലും പരസ്പരം ആഡ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ പ്രോബബിലിറ്റിയിലും പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു പെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ചോയ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോബബിലിറ്റി ആയിരിക്കും വരുന്നത്. ഓക്കെ, ഒരു പെയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, 1, 2, 3 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും, എല്ലാ സ്റ്റേറ്റ്മെന്റും ഓൾ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. അതേപോലെ തന്നെ എന്തായിരിക്കും, ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ 4 പ്രോബബിലിറ്റി ആണ് വരുന്നത്. ആ പ്രോബബിലിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഈ പറയുന്ന രീതിയിലായിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 12.5% ആണ്. ഓക്കെ, ഓൾ 3 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആവാനുള്ളത് 12.5 ആണ്.
അതേപോലെ തന്നെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾ സ്റ്റേറ്റ്മെന്റ് റോങ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രോബിലിറ്റി 12.5 ആണ്. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി 12.5 ആണ്. ദെൻ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാനുള്ളത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാനുള്ളത് ഇത് രണ്ടിനും ഈക്വൽ പ്രോബിലിറ്റി ആണ്. അത് ഓൾമോസ്റ്റ് ലൈക്ക് 37.5% ആണ്. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി ഇങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 1 പെയർ അല്ലെങ്കിൽ 2 പെയർ കറക്റ്റ് ആവാനാണ് കൂടുതൽ സാധ്യത. ഇതിൽ തന്നെ 2 പെയർ ആണ് മോസ്റ്റ്ലി UPSC എടുക്കാറുള്ളത്. ഈ അനാലിസിസ് നമുക്ക് എവിടെ നിന്ന് കിട്ടി? 2022 പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മേജർലി ഓൾമോസ്റ്റ് ലൈക്ക് 70% ക്വസ്റ്റ്യൻസിന് 2 പെയർ ഓൺലി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അതേ പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പം ഓൾ കറക്റ്റ് ആൻസർ. അപ്പൊ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3 അല്ല, ഓൾമോസ്റ്റ് ഒരു 5 ചോദ്യം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. സെയിം പാറ്റേണിൽ വരുന്ന സമയത്ത് ഓൾ ഓഫ് ദി എബോ കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ? അപ്പൊ അത് അങ്ങനത്തെ ഒരു ഓൾമോസ്റ്റ് 5 ചോദ്യങ്ങൾ എന്തുണ്ട്? ഓൾ ഓഫ് ദി പാറ്റേണിൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ടോട്ടൽ ആയിട്ട് പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്ത സമയത്ത് ആ ഒരു വെൻ ഡയഗ്രത്തിൽ കാണിച്ചു തന്നില്ലേ? അതായത് 46 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 46-ൽ ഈ ഒരു 5 അല്ലെങ്കിൽ ഒരു 6 ചോദ്യങ്ങൾ എന്താണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇപ്പം തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സം ഫ്യൂ ഈ രീതിയിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 5-6 ചോദ്യം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ റിമൈൻ ചെയ്യുന്നത് ഒരു 40 ചോദ്യമാണ്. ഓക്കെ, അതിൽ ഡിഫറെന്റ് ആൻസർ കീകൾ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്ക്യൂറൽസിന്റെ ഒക്കെ കേസ് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, അതിൽ 2 പെയർ കറക്റ്റ് ആവാം, 1 പെയർ കറക്റ്റ് ആവാം, 3 പെയറും കറക്റ്റ് ആവാനുള്ള സാധ്യതകൾ കിടക്കുന്നുണ്ട്. അപ്പം അത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ആ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതാണ് കൺക്ലൂസീവ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ നോക്കുന്ന സമയത്ത് 17 മുതൽ 19 ചോദ്യത്തിന് 2 പെയർ ഓൺലി ആണ് കറക്റ്റ്. സോ 17 to 19 ക്വസ്റ്റ്യൻസിന് 2 പെയർ ഓൺലി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് ഈ പറയുന്ന 40 ചോദ്യങ്ങളിൽ എല്ലാത്തിനും നിങ്ങൾ 2 പെയർ കുത്തിയാൽ പോലും ഓൾമോസ്റ്റ് ഒരു 10 മാർക്സിന്റെ മാർജിൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട്. ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ പ്രോബിലിറ്റി പറഞ്ഞു തന്നത് മാത്രം. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? പോയിട്ട് കുത്താൻ നിൽക്കരുത്. അത് സോൾവ് ചെയ്യാൻ നമുക്ക് വേറെ മാർഗമുണ്ട്. ഇനി വേറെ ഒരു മാർഗം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത് മാത്രം. ഓക്കെ, അപ്പൊ ഇതിന് പ്രത്യേകിച്ച് റാഷണൽ ബേസിസ് ഒന്നുമില്ല. ഒരു മാത്തമാറ്റിക്കൽ പ്രോബിലിറ്റിയുടെ ആ ഒരു പാസ്കൽ ട്രയാങ്കിളിന്റെ ബേസിൽ മാത്രം നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തന്നതാണ്. ഒരു മാത്സ് അറിയുന്ന അല്ലെങ്കിൽ സീസർ അത്യാവശ്യം അറിയാവുന്ന ഒരാളെ എടുത്ത് നിങ്ങൾ ഇത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കിട്ടും. ഓക്കെ, ഇനി അസർഷൻ ബേസ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്, ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും ഓരോന്നും എടുത്തിട്ട് അനലൈസ് ചെയ്ത് ചെയ്യും. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് ഈ 4 ടൈപ്പിനെ എങ്ങനെ പൊതുവായിട്ട് സോൾവ് ചെയ്യാം എന്നത് മാത്രമാണ് നോക്കുന്നത്. അപ്പം അസർഷൻ റീസണിൽ ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 18 ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട് UPSC. ആ 18 ചോദ്യത്തിനും ഇതേ സെയിം ഓപ്ഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഡിഫറെന്റ് ഓപ്ഷൻസ് തന്നൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഡെഫിനറ്റ്ലി 1 more ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. അതായത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 റോങ്. ഇതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. അപ്പൊ ഇതിൽ എനിക്ക് ഈ പറയുന്ന ഡി സ്റ്റേറ്റ്മെന്റ് മാറ്റായിരുന്നു. അതായത് സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ആൾസോ ഇൻകറക്റ്റ്. അതും കൂടെ എനിക്ക് എന്ത് ചെയ്യായിരുന്നു? ഒരു ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വെക്കായിരുന്നു. ബട്ട് UPSC വെച്ചിട്ടില്ല. ഈ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് വെച്ചത്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ആദ്യം ആലോചിക്കണം. എന്തുകൊണ്ട് UPSC എന്ത് ചെയ്തില്ല? സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ഇസ് ഇൻകറക്റ്റ് എന്നത് എന്തുകൊണ്ട് തന്നില്ല? ഓക്കെ, അതൊരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ സേ ഫോർ എക്സാമ്പിൾ ഞാൻ അവസാനത്തെ ഡി സ്റ്റേറ്റ്മെന്റ് മാറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. അപ്പൊ ഞാനൊരു ചോദ്യത്തിൽ എനിക്ക് സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണെന്ന് മനസ്സിലായി. അത് വെച്ചുകൊണ്ട് എനിക്ക് റൈറ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? സി സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ് എന്നാണ്. എന്റെ അടുത്തുള്ള ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് എന്നുള്ളത് എനിക്കറിയാം, ബട്ട് സ്റ്റേറ്റ്മെന്റ് 1നെ കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ. അതേപോലെ ഡി സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ആൾസോ ഇൻകറക്റ്റ് എന്നല്ല. ആ സ്റ്റേറ്റ്മെന്റ് UPSC ആഡ് ചെയ്തിരുന്നെങ്കിൽ ഉള്ള കേസാണ് പറയുന്നത്. അപ്പൊ എനിക്ക് റൈറ്റ് ആയിട്ട് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പ്രയാസം ആകുമായിരുന്നു. കുറച്ചും കൂടെ എന്നെ ടഫായിട്ടുള്ള ഒരു പൊസിഷനിൽ എന്നെ UPSCക്ക് എത്തിക്കായിരുന്നു. ബട്ട് UPSC അത് ചെയ്തില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് മനസ്സിലായ ഒറ്റയടിക്ക് അയാൾക്ക് ഡി എന്ന ഉത്തരം കുത്താൻ പറ്റണം. അതേപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അയാൾക്ക് സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കുത്താൻ പറ്റണം. ഇത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലൂ അവിടെ തന്നുകൊണ്ട് തന്നെയാണ് UPSC എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുള്ളത്, സോറി അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അസർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് സോ അണ്ടർസ്റ്റാൻഡ്. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ചോയ്സ് UPSC നമുക്ക് തന്നിട്ടുള്ള ചോയ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസിനെ മനസ്സിലാക്കണം.
ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തു. UPSCയുടെ ലാംഗ്വേജ്, UPSCയുടെ വേർഡിങ്, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്, ഗ്രൂപ്പിംഗ്. ഓക്കെ, ദെൻ ഇപ്പൊ വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ ചോയ്സസ്. നമുക്ക് തന്നിട്ടുള്ള ചോയ്സസ് എന്താണ്, അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1-ലോ 2-ലോ റോങ് വരുന്നുണ്ടോ എന്നതായിരിക്കണം ഇനി നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ തന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് റോങ് ആണ്. ഓക്കെ, ഒന്നാമത്തത് ഇത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞു ഓരോ ക്വസ്റ്റിനും നമ്മൾ സെപ്പറേറ്റ് അനലൈസ് ചെയ്യും. അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നതും പറയും. ഓക്കെ, സോ ഇവിടെ ഒന്നാമത്തെന്ന് പറയുന്നത് യുറേനിയം എൻറിച്ച്ഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 60%. 60% എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റീവ്ലി ഹൈ ആണ്. അപ്പം ഇതിന്റെ ബേസിക് ആയിട്ട് ന്യൂക്ലിയർ പോളിസി അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂക്ലിയർ ടെക്നോളജി ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം ഓൾമോസ്റ്റ് ദിസ് മച്ച് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാം ഒരു 90%ലേക്ക് എത്തുന്ന സമയത്ത് എന്തായി അറ്റോമിക് ലെവൽ അല്ലെങ്കിൽ ഒരു അറ്റോമിക് ബോംബിനുള്ള എൻറിച്ച്മെന്റ് ആയി നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5%-ലൊക്കെ എൻറിച്ച്ഡ് ആയിട്ടുള്ള സാധനമാണ് ഇവിടെ യൂസ് ചെയ്യാറ്, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ യൂസ് ചെയ്യാറ്. സോ ഡെഫിനറ്റ്ലി എന്താ പറയാ അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് റോങ്. ഒരു ഫാക്ച്വൽ നോളജിന്റെ ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. ബട്ട് അതിൽ കുറെ കൂടെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അത് നമ്മൾ അനലൈസ് ചെയ്യും. എല്ലാം ഇപ്പൊ അങ്ങനെ എന്താ പറയാ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. നമ്മളിത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചിലതൊക്കെ ആസ്വദിച്ച് വിട്ട് കളയുന്നു. രണ്ടാമത്തത് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഓൺലി കിടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് റോങ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. In India, prisons are governed by Prisons Act 1894, which expressly kept the subject of prisons in the control of provincial government. Okay, ഇവിടെ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് എക്സ്പ്രസ്ലി. ഇത് UPSCക്ക് ഒരു വളരെ ഇഷ്ടമുള്ള വേർഡാണ്. ഇംപ്ലിസിറ്റ്ലി, എക്സ്പ്രസ്ലി ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ വേർഡിങ്സിൽ വളരെ ശ്രദ്ധിക്കണം. എക്സ്പ്രസ്ലി. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ ഒരു ചെറിയ കോൺട്രാഡിക്ഷൻ കിടക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന പ്രിസണേഴ്സ് ആക്ട് 1894 ഇങ്ങനെ ആസ്വദിച്ച് പറയുന്നുണ്ട് സ്റ്റേറ്റ് സബ്ജക്റ്റിനായിരിക്കും അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സിനായിരിക്കും ഈ പറയുന്ന പ്രിസൺസിന്റെ റെസ്പോൺസിബിലിറ്റി എന്നത് അവിടെ പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് എക്സ്പ്രസ്ലി എന്ത് ചെയ്തിട്ടില്ല, ഒരു കാറ്റഗറൈസേഷൻ ആയിട്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വെച്ചിട്ടില്ല. അങ്ങനെ വരുന്നത് എപ്പോഴാണ്, 1935-ലാണ്. കാരണം 1935-ലാണ് എന്ത് ചെയ്യുന്നത്, സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ, പ്രൊവിൻഷ്യൽ സബ്ജക്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ഷെഡ്യൂൾ 7-ന്റെ സിമിലർ കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ വരുന്നത് 1935-ലാണ്. പ്രൊവിൻഷ്യൽ അതുപോലെ തന്നെ റിസർവ്ഡ് ഈ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ 1935-ലാണ് വരുന്നത്. അപ്പം ആ ഒരു സമയത്തായിരിക്കണം എക്സ്പ്രസ്ലി എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിസൺസ് ഒക്കെ എന്ത് ചെയ്യുന്നത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സിന് കൊടുത്തിട്ടുള്ളത്. സം നോക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് 2 ആണ് റോങ് എന്നത് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന 1935 ആക്ടിന്റെ പർപ്പസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്താം. ദെൻ 40-ലേക്ക് വരുന്ന സമയത്തും ഇവിടുത്തെ നോക്കുക, ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആർട്ടിക്കിൾ 335 ഡിഫൈൻസ് ദ ടേം എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, അത് കംപ്ലീറ്റ്ലി ഒരു സബ്ജക്റ്റീവ് സാധനമാണ്. ഓക്കെ, ആ ഒരു സബ്ജക്ട് അതിന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സാധനത്തിന് ആസ് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. എഫിഷ്യൻസി എന്ന് പറയുന്നതിന് എന്തിന്റെ ബേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു വെയിഗ് ആയിട്ടുള്ള സാധനത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യില്ല. സോ സ്റ്റേറ്റ്മെന്റ് 2 ഇസ് റോങ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അടുത്തത് India needs to extract more than a quarter of world's groundwater each year to satisfy the drinking water and sanitation needs of almost 18% of world's population living in its territory. Okay, so ഇവിടെ ആലോചിക്കാം, India needs to extract more than a quarter of world's groundwater each year to satisfy the drinking water and sanitation needs എന്നാണ് പറഞ്ഞത്. ബട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആകുമായിരുന്നു. കാരണം ഇന്ത്യയിൽ മോസ്റ്റ് ഓഫ് ദി ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ്. ഡ്രിങ്കിങ് വാട്ടർ പർപ്പസ് അല്ലെങ്കിൽ സാനിറ്റേഷൻ പർപ്പസിന് വേണ്ടി ഇത്രത്തോളം, അതായത് 1/4 എന്ന് പറയുന്ന സമയത്ത് 25%, നമ്മൾ ഓൾമോസ്റ്റ് 81% എന്തിനു വേണ്ടിയിട്ടാണ്, അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാക്ട് ചെയ്തത്. അപ്പൊ 25% എന്തായാലും എന്തിനില്ല, ഡ്രിങ്കിങ് വാട്ടറിനില്ല. അപ്പൊ ഈ ഒരു അനാലിസിസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക, മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന വാട്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഏരിയ GS3 പേപ്പറിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഫാക്ച്വൽ നോളജ് ആണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന C എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താം. ദെൻ 85-ലേക്ക് വരുന്ന സമയത്തും ഡെഫിനറ്റ്ലി, കാരണം 26 നവംബർ 1949 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് അംഗീകാരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ആ സമയത്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആൾസോ റോങ്. ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യും, ഉത്തരം കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് 86-ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത്
Then Switzerland is first statement. Switzerland is one of the leading exporters of gold in terms of values. Then Switzerland has the second largest gold reserve in the വേൾഡ്. അതിനൊരു പോസിബിലിറ്റി കുറവാണ്. സ്വിറ്റ്സർലാൻഡിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനൊരു പോസിബിലിറ്റി കുറവാണ്. കാരണം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് പ്ലേറ്റ് ടെക്ടോണിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആൽഫ്രഡ് വെഗ്നറിന്റെ സമയത്ത് അവിടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടിലിയൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗോൾഡ് ഡെപ്പോസിറ്റ് കുറിച്ച് 2 രാജ്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഗാന, രണ്ടാമത് ബ്രസീൽ അല്ലെ? കാരണം അത് ജിക്സോ പസിഫിക് നോക്കുന്ന സമയത്ത് ഈ 2 ഡിഫറെന്റ് കോണ്ടിനെന്റുകളിലെ ഗോൾഡ് ഡെപ്പോസിറ്റ് അത്രത്തോളം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതുപോലത്തെ ഗോൾഡ് ഡെപ്പോസിറ്റ് കിടക്കുന്ന രാജ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വിറ്റ്സർലൻഡിന് അങ്ങനത്തെ ഒരു ചാൻസ് അവിടെ എന്തില്ല, കിടക്കുന്നില്ല. അതൊരു സെൻട്രൽ കോണ്ടിനെന്റിൽ കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് പോസിബിലിറ്റി വളരെ കുറവാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. സോ ഇൻ ദാറ്റ് കേസ് യു ക്യാൻ ഈസിലി റീച്ച് ദി ആൻസർ. Then 87ാമത്തേലേക്ക് വരുന്ന സമയത്ത് റീസെന്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ദ യൂറോപ്യൻ യൂണിയൻ ഹാവ് ലോഞ്ച്ഡ് ട്രേഡ് ആൻഡ് ടെക്നോളജി കൗൺസിൽ. മേബി. Then second statement, the USA and EU claim that through this they are trying to bring technological progress and physical productivity under their control. അതൊരു വെയ്ഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The USA and the EU claims that through this they are trying to bring technological progress and physical productivity under their control. ഇപ്പൊ നിങ്ങൾ IR പഠിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എല്ലാ രാജ്യവും ഇപ്പം എത്ര മോശം കാര്യത്തിനായാലും അതിനെ നല്ലതായിട്ട് പ്രൊജക്ട് ചെയ്തിട്ട്, അതായത് അവർക്കൊരു ഹെജിമോണിയൽ ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിനൊരു നല്ല കവറിട്ട് പൊതിഞ്ഞിട്ട് ഒരു നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ചൈനയുടെ 1 Belt 1 Road ഇനീഷ്യേറ്റീവ്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം, ഒരു എക്കണോമിക് മോണോപ്പൊളൈസേഷന് വേണ്ടിയിട്ടാണ് ചൈന എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന 1 Road 1 Belt അല്ലെങ്കിൽ RCEP എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റുമായിട്ടൊക്കെ മുന്നോട്ടേക്ക് വരുന്നത്. ഓക്കെ, സോ ബട്ട് ചൈന അതിൽ എന്താണ് പറയുന്നത്? എക്കണോമിക് കണക്ടിവിറ്റി പ്രോജക്റ്റ് എന്നാണ് പറയുന്നത് അല്ലെ? അതായത് ഒരു നല്ല പേരിട്ടിട്ട് ഇത് വളരെ നല്ല പ്രോജക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? മുന്നോട്ടേക്ക് വെക്കുന്നത്. കാരണം അവരുടെ ആ ഒരു ആഗ്രഹം അതാണെങ്കിലും അതിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടായിരിക്കും അവരത് പറയുന്നത്. എക്സ്പ്രസ്ലി അവരത് പറയില്ല. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുക. അതൊരു എക്സ്ട്രീംലി എന്താ പറയാ, ഒരു ഈവിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ പറയുന്ന US-നും അല്ലെങ്കിൽ EU-നും അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവരത് എക്സ്പ്രസ് ആയിട്ട് പറയില്ല. കാരണം എന്താണ് അവർ ചെയ്യാൻ നോക്കുന്നത്? ടെക്നോളജിക്കൽ പ്രോഗ്രസും പ്രൊഡക്ടിവിറ്റിയും എല്ലാം എന്ത് ചെയ്യണം? ഞങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരണം. അത് ഡെഫിനറ്റ്ലി അവർ എന്ത് ചെയ്യില്ല, ക്ലെയിം ചെയ്യില്ല. അത് നമ്മുടെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇന്റർനാഷണൽ റിലേഷൻസ്, അതായത് ഡിഫറെന്റ് കൺട്രീസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അവരുടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള എൻഗേജ്മെന്റ് എങ്ങനെയാണ് എന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സ്വഭാവം ഒരു കൺട്രിയും എന്ത് ചെയ്യില്ല, കാണിക്കില്ല. ഓക്കെ, നമ്മൾ ചിലപ്പോൾ മിണ്ടാതിരിക്കാം, അബ്സ്റ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഷുവർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ വളരെ എന്തായിരിക്കും വെയ്ഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ബട്ട് അഗ്രസീവ് സ്റ്റേറ്റ്മെന്റ്സ് ഒരു രാജ്യം കൊടുക്കില്ല അൺലെസ് ദേ വാണ്ട് ടു പ്രൊവോക്ക് ദി അതർ കൺട്രി ഓർ ഗോ ഓൺ ടു എ ഹെഡ് ഓൺ വാർ വിത്ത് ദി അതർ കൺട്രീസ്. മറ്റു രാജ്യങ്ങളായിട്ട് ഒരു ഹെഡ് ഓൺ വാറിന് പോകാൻ താല്പര്യമില്ലാത്ത ഒരു രാജ്യവും ഇതുപോലത്തെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ഡെഫിനറ്റ്ലി പറയില്ല. സോ ദാറ്റ് തിങ് ഇസ് ക്ലിയർ. ഇതിന് അടുത്തത് വരിക, അതിലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് അറബ്, അതായത് 94ാം ചോദ്യത്തില് The Arab Peace Initiative mediated by Saudi Arabia was signed by Israel and Arab League. ഇപ്പോഴും നമുക്കറിയാം ഈ പറയുന്ന അറബും ഇസ്രായേലും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി അറബ് ലീഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് നേഷൻസ് അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആസ് അവിടെ പ്രശ്നങ്ങൾക്ക് വലിയ സാധ്യതയൊന്നും നടക്കുന്നില്ല. ഇപ്പോഴും സൗദി എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു ഏരിയയിൽ അംഗീകരിക്കാത്തത് സൗദിയാണ്. കാരണം UAE ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അബ്രഹാം അക്കോർഡ് ഒന്നും സമയത്ത് അംഗീകരിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സൗദി ഹാസ് നോട്ട് ലൈക്ക് അതിനെന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്തത് അത് മീഡിയേറ്റ് ചെയ്തതും സൗദി അല്ല. ഓക്കെ, സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ഒറ്റയടിക്ക് ഇസ്രായേൽ പലസ്തീൻ ആ ഒരു ഇഷ്യൂ എന്താ പറയാ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഓവറോൾ ഈ സൗദിയും ഇസ്രായേലും ഒക്കെ ആയിട്ടുള്ള റിലേഷൻസ്, അതുപോലെ മിഡിൽ ഈസ്റ്റിലെ ഒരു ഓവറോൾ പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ ഡിസ്കോഴ്സ് ഒക്കെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എളുപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. ദെൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്ന എല്ലാ ചോദ്യത്തിനും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, റോങ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഒന്നാമതെന്ന് പറയുന്ന സമയത്ത് ഇത് ഐ മീൻ ഈ 84ാമത്തെ ചോദ്യം വളരെ ട്രിക്കിയാണ്. കാരണം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കണം, പിന്നെ അത് അതിന്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആയിരിക്കണം. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഫ്ലാഗിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ തെറ്റാൻ സാധ്യത ഉള്ളതാണ്. അൺലെസ് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലാഗിന്റെ റേഷ്യോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും.
ആ റേഷ്യോയിൽ വരുന്ന പ്രൊപ്പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു UPSC ആസ്പിറന്റ് പഠിച്ചിട്ടുണ്ടാവില്ല, ബട്ട് ഒരു PSC ആസ്പിറന്റ് ചിലപ്പോൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആസ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം ഒരു റാഷണൽ തിങ്കിങ്ങിലേക്ക് അതിന് വരാൻ പ്രയാസമുണ്ട്. അത് പ്രോപ്പറായിട്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് ഇനി എന്തൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു എക്സാം എൻവറോൺമെന്റിൽ അത് നമുക്ക് തെറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതല്ലെങ്കിൽ ചിലർക്ക് തോന്നണം ഇത് എനിക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ മാറ്റി കുത്താം എന്ന് പറഞ്ഞിട്ട് കുത്തിയിട്ടുള്ളവരല്ലാത്ത ബാക്കി എല്ലാവർക്കും നോർമൽ ലെവലിൽ ചിന്തിച്ചിട്ടുള്ളവർക്ക് അത് റോങ് ആയി പോകും. അപ്പൊ അത് നമ്മൾ എടുക്കുന്നില്ല. ദെൻ 21 വരുന്ന സമയത്ത് എവിടെയും ഈ പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. സോ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ദ ഡെപ്പോസിറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദിയർ ഇൻവെസ്റ്റേഴ്സ് is exempted from tax, but the dividend is taxable. ഡിവിഡൻഡ് ടാക്സബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിലൊരു ഏർണിംഗ്, ആ ഒരു ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി അതെന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പം അതിലൊരു ലാർജ് എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, അത് ടാക്സ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് കംപ്ലീറ്റ്ലി അതിനെ ടാക്സ് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്തല്ല, ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ ടാക്സിനെ കുറിച്ചിട്ട് അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതെന്തല്ല, ശരിയായിട്ട് വരില്ല. കാരണം എല്ലാ സാധനത്തിനും എങ്ങനെയെങ്കിലും ടാക്സിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നോക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഗവൺമെന്റിന് ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത ഈ ഒരു സാധനത്തിന്റെ ഇൻട്രസ്റ്റിന്റെ മുകളിലുള്ള ടാക്സ് ഗവൺമെന്റ് ഒഴിവാക്കുക എന്ന് പറയുന്നത് ആസ് എന്താണ്, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. ദെൻ 63 വരുന്ന സമയത്ത് the soil in tropical rainforest is rich in nutrients. ന്യൂട്രിയൻസ് കൊണ്ട് റിച്ച് ആണ് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് is wrong. കാരണം അവിടെ എന്തുണ്ട്? എസ്പെഷ്യലി റെയിൻസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ലീച്ച് ആയി പോവാണ് ചെയ്യുന്നത്. സോ ഇതേ ഒരു സെയിം പാറ്റേണിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇഫ് ഐ എം കറക്റ്റ് 2020 എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതേ സെയിം പാറ്റേൺ. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നതും അതിലുള്ള ആ ഒരു കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് എടുക്കണം, പാറ്റേൺ പഠിക്കണം, എന്നിട്ട് ഇവിടെ വീണ്ടും എന്ത് ചെയ്യണം? ഇംപ്രൂവൈസ്ഡ് റിപ്ലിക്കേഷൻ ഇവിടെ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് 2020 സിമിലർ പാറ്റേണിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലെ സോയിലിനെ കുറിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ദെൻ അടുത്ത 88ാമത് ചോദ്യം, ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ 3.2% ഓഫ് ഗ്ലോബൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് സമയത്ത്, ഏത് കാലഘട്ടത്തില്, ഏത് പീരീഡില്? ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ഇൻകംപ്ലീറ്റ് ആണ്, പറയാൻ പറ്റില്ല. ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ 3.2% ഓഫ് ഗ്ലോബൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇൻ ദി ഫൈനാൻഷ്യൽ ഇയർ 2021 എന്ന് പറയാം, 22 എന്ന് പറയാം. അപ്പം ഏത് സമയത്ത്? ഇൻ ദ ലാസ്റ്റ് ക്വാർട്ടർ, അതും എനിക്കിവിടെ പറയാലോ. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്തല്ല? കംപ്ലീറ്റ് പോലും അല്ല. സോ ഡെഫിനറ്റ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ഏത് പീരീഡ് ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോലും ഇല്ല. ദാറ്റ് ഇസ് റോങ്. യു ക്യാൻ റീച്ച് ഇൻ ടു ദി ആൻസർ. ഓക്കെ, സ്വാഭാവികമായിട്ട് അത് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വരേണ്ട ഒരു ചോദ്യമാണ് എപ്പോ. കാരണം അവിടെ ഒരു ശരിയാണോ തെറ്റാണോ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി റോങ്. സോ ഈസിലി യു ക്യാൻ റീച്ച് ദി ആൻസർ. സോ അസർഷൻ ബേസ്ഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ എലിമിനേഷൻസ് എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് UPSC ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇവിടെ നമ്മുടെ പഴയ ടെക്നിക്സ് ഒന്നുമല്ല, റോട്ടൺ ടെക്നിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ബട്ട് അതിനൊന്ന് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഒരു മോഡേൺ ഫോമിലാണ് UPSC തന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് ഷോക്ക് ആയതാണ്. ബട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 2024 ഡെഫിനറ്റ്ലി ഈ സാധനം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അസർഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, ഇതിനെ ഇന്ന രീതിയിലൊക്കെ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തില്ല, ഒരു ബ്ലാങ്ക് ആയിട്ട് ഇരിക്കില്ല. ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നതിന്റെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ സ്പെസിഫിക് ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡിങ് കൂടെ കിട്ടുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ലൈക്ക് ഡൺ. ഓക്കെ, ദെൻ അടുത്തത് അസർഷൻ റീസൺ ടൈപ്പ്. സോ ഈ എല്ലാ ചോദ്യങ്ങൾക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോസ്റ്റ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്യും. അപ്പം ഇതിൽ 64ാമത്തെ ചോദ്യം ഞാനൊരു ഡിസ്ക്ലൈമർ വെക്കുകയാണ്. ഇതിന് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദി കോണ്ടിനെന്റ്സ് ആൻഡ് ദ ഓഷൻ ഇസ് ഗ്രേറ്റർ ഡ്യൂറിംഗ് ദി സമ്മർ ദാൻ ദ വിന്റർ.
ചിലർ പറയുന്നത് വിന്ററിലാണ് കൂടുതൽ, സമ്മറിലല്ല എന്നുള്ള എക്സ്പ്ലനേഷൻ കാണുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവും, ഇൻകറക്റ്റ് ആവും. സോ അങ്ങനെ വരുന്ന സമയത്ത് ഡി എന്ന് പറഞ്ഞ ആൻസറിലേക്ക് വരും. ബട്ട് ആസ് സച്ച് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതും പറയുന്നുണ്ട്. അപ്പം ഈ ഒരു 84ാമത്തെ കാറ്റഗറി ലൈനിൽ 64ാമത്തെ ചോദ്യത്തിന് മാത്രം നമുക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തൽക്കാലം ഇതിനെ ഇവിടെ പ്ലേസ് ചെയ്തതാണ്. ഓക്കെ, അത് മനസ്സിലാക്കാം. സോ ഇത് ഏതിലാണെന്നുള്ളത് UPSCയുടെ ഒഫീഷ്യൽ ആൻസറിലേക്ക് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ മാറ്റി പ്ലേസ് ചെയ്യാം. സോ ഈ പറയുന്ന 3 ചോദ്യത്തിന് മാത്രം എന്താണ് ഓൾ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ്, അതായത് സ്റ്റേറ്റ്മെന്റ് 1 and 2 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദി പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്ന അസർഷന്റെ ആ ഒരു ആൻസർ ആണ് കറക്റ്റ്. ദെൻ അടുത്തത് 75ാമത്തെ വരുന്ന സമയത്ത് ഫസ്റ്റും കറക്റ്റ് ആണ്, സെക്കൻഡും കറക്റ്റ് ആണ്, ബട്ട് ഇത് ഇതിന്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ അല്ല എന്നത് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ അസർഷൻ റീസൺ അനാലിസിസിലേക്ക് വരുന്ന സമയത്ത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 18 ചോദ്യം ചോദിച്ചതിൽ 4 ചോദ്യം, നേരത്തെ 3 ചോദ്യം പ്ലസ് 1 ചോദ്യം കൂടെ, അങ്ങനെ ഒരു 4 ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ആസ് സച്ച് നമുക്കൊരു ആൻസർ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഒറ്റയടിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് അറിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. ബാക്കി ഓൾമോസ്റ്റ് ഒരു 13 to 14 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും. ഔട്ട് ഓഫ് ദി 18 ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് മനഃപൂർവ്വം UPSC റോങ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം ഇത് കുറെ കൂടെ എളുപ്പമായിട്ട് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുന്നതായിരുന്നു. അതായത് ഒരു 13 to 14 ക്വസ്റ്റ്യൻ അസർഷൻ റീസണിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ആയിട്ട് കണ്ടക്ട് ആമായിരുന്നു. ബട്ട് ഈവൻ എക്സാം എൻവറോൺമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു 12 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 11 മുതൽ 12 ക്വസ്റ്റ്യൻ വരെ നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുമായിരുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ, അസർഷൻ റീസണിന്റെ ഈ ഒരു ഹാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അതേപോലെ തന്നെ പെയർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും എങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പിക്ക് ദി ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് അപ്രോച്ച് വേണം ഓരോ ക്വസ്റ്റ്യൻസിനെയും. ഓക്കെ, ആ ഒരു സാധനം ഇപ്പോഴും വാലിഡ് ആയതുകൊണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സീരീസിന്റെ കണ്ടിന്യൂറ്റി നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ബോത്ത് 1 and 2 അതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻസും എടുക്കുന്നതായിരിക്കും. ബട്ട് ജസ്റ്റ് ഒരു ഓവറോൾ 4 ടൈപ്പിന്റെയും എന്ത് ചെയ്യണം പറയണല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്താണ്. സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് കാർബൺ ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് ദി കമ്പോണന്റ്സ് യൂസ്ഡ് ഇൻ ദി ഓട്ടോമൊബൈൽ ആൻഡ് എയർക്രാഫ്റ്റ്. സോ ഇവിടെ ജസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ച ഒരാൾക്കറിയാം കാർബൺ ഫൈബർ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ടെക്നോളജിയാണ്. സോ ഡെഫിനറ്റ്ലി അതിന് എന്തായിരിക്കും അഡ്വാൻസ്ഡ് ഫീൽഡുകളിലൊക്കെ എന്തായിരിക്കും അപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഷുവർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കാർബൺ ഫൈബർ വൺസ് യൂസ്ഡ് കനോട്ട് ബി റീസൈക്കിൾഡ്. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി അല്ലെങ്കിൽ കറന്റ് ടെക്നോളജി സ്പേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എൻവിറോൺമെന്റൽ പ്രോബ്ലംസ് ആണ്. അത് ഇ വേസ്റ്റ് ആയിക്കോട്ടെ, മെഡി വേസ്റ്റ് ആയിക്കോട്ടെ, ഇങ്ങനെ ഡിഫറെന്റ് വേസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഈവൻ ലൈക്ക് ബാറ്ററികളൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ, ഇതൊക്കെ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്നതാണ് ഒരു പ്രശ്നം. അപ്പം ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ടെക്നോളജീസ് മോസ്റ്റ്ലി ഫോക്കസിങ് എന്താണ്, എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, അത് റീയൂസ് ചെയ്യാൻ പറ്റണം, റീസൈക്കിൾ ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു ട്രിപ്പിൾ ആർ ആ ഒരു ക്രൈറ്റീരിയ എന്ത് ചെയ്യണം, പ്രോസസ് അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടെക്നോളജി ആയിരിക്കണം. കാരണം എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്നത് ഒരു ന്യൂ കീ വേർഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, അതിനെ കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും എമർജിംഗ് ടെക്നോളജീസ് വരാൻ സാധ്യതയുള്ളത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. സോ വൺ ഓൺലി ഈസ് ദി ആൻസർ. ഓക്കെ, ഇവിടെ വേറെ ഒരു സിമ്പിൾ അനാലിസിസ് കൂടെ പറയാം. ഈ ബോത്ത് 1 and 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ആൾട്ടേർഡ് ഫോം ആണ് അസർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാറുണ്ട്, ഈ പറയുന്ന വിക്രം എന്ന് പറയുന്ന ലോകേഷിന്റെ സിനിമയുടെ വേറൊരു അഡാപ്റ്റേഷൻ ആയിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്, ജയിലർ എന്ന് പറയുന്ന സിനിമയെ പറയാറുണ്ട്. രണ്ടിന്റെയും തീം ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്നുള്ളത് പറയാറുണ്ട്. അതേപോലെ തന്നെ ബോത്ത് 1 and 2 ടൈപ്പ് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ആൾട്ടേർഡ് ഫോം ആണ് അസർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ UPSCയുടെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ UPSCയുടെ ഇന്റൻഷൻ മനസ്സിലാക്കിയാൽ ബോത്ത് 1 and 2 ടൈപ്പിനെക്കാട്ടിയും കുറെ കൂടെ ഈസി എന്താണ്, അസർഷൻ റീസൺ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ 52ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ബാലിസ്റ്റിക് മിസൈൽസ് എന്താണെന്നും അതുപോലെ തന്നെ അഗ്നി എന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടും പരസ്പരം തിരിച്ചിട്ട് ചോദിച്ചതാണ്. കാരണം അഗ്നി എന്ന് പറയുന്നത് ഒരു മീഡിയം റേഞ്ചിലുള്ള സാധനമല്ല. ദെൻ ബാലിസ്റ്റിക് മിസൈൽസും അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്രൂയിസ് മിസൈൽസും. സോ ബാലിസ്റ്റിക് മിസൈൽസ് എന്താണ്, ക്രൂയിസ് മിസൈൽസ് എന്താണെന്നുള്ളത്, കാരണം ക്രൂയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ക്രൂയിസ് കൺട്രോൾ, അത് കൺട്രോൾഡ് ആണ്. ആ ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുന്ന മുതൽ എവിടെ പോയി ഹിറ്റ് ചെയ്യണം, അതിന്റെ ത്രൂ ഔട്ട് ദ പാത്ത് അത് എന്ത് ചെയ്യും, അതിന്റെ സ്പീഡ് അതിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യും. അപ്പൊ അതെന്താണ്, ത്രൂ ഔട്ട് ദ പാത്ത് അല്ലെങ്കിൽ ഫ്ലൈറ്റിലെ കൺട്രോൾ ചെയ്യുന്നത് ക്രൂയിസ് ആയിരിക്കണം.
പിന്നെ റോക്കറ്റ് പവേർഡ് ആയിട്ട് ജസ്റ്റ് ഒരു ബാലിസ്റ്റിക് അല്ലെങ്കിൽ ആ ഒരു പരാബോളിക് പാത്ത് മാത്രം ഫോളോ ചെയ്ത് പോകുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അത് ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കും. ഇത് തിരിച്ചു കൊടുത്താണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ദെൻ അഗ്നി 5 എന്ന് പറയുന്നത് മീഡിയം അല്ല, അത് ലോങ് റേഞ്ച് ആണ്. കാരണം 5000+ ആണ് അതിന്റെ റേഞ്ച് വരുന്നത്. ദെൻ ബ്രഹ്മോസ് ഇസ് എ സോളിഡ് ഫ്യൂൽഡ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, അതും റോങ് ആണ്. കാരണം ബ്രഹ്മോസ് 1ന്റെ മാക്സിമം എന്ന് പറയുന്നത് 500 കിലോമീറ്റർ ആണ്. സോ അതെന്തല്ല, ലോങ് റേഞ്ച് അല്ല, ഇന്റർ കോണ്ടിനെന്റൽ ആവുകയില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആൾസോ റോങ്. ബേസിക് ആയിട്ടുള്ള സാധനം, ബട്ട് രണ്ടും ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു മാത്രം. ഇനി തിരിച്ചിട്ട് ചോദിച്ചു, അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഫോർമാറ്റ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഓവറോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു അനാലിസിസ്. കാരണം ആ ഒരു പേപ്പറിനോടല്ല 2023 പേപ്പർ കണ്ടതോടുകൂടി പല ആസ്പിറൻസ് എന്താ പറയുക ഒരുപാട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഒരു ഓറിയന്റേഷൻ, നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു കോൺഫിഡൻസ് തരും. എങ്ങനെ പഠിക്കണം, എങ്ങനെയായിരിക്കണം ഇനിയത്തെ അപ്രോച്ച്, ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, നോക്കിയിട്ടുള്ളത്. ബട്ട് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യു ഹാവ് ടു ഡെവലപ്പ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യണം, വളർത്തിയെടുക്കണം. രണ്ടാമത്തത് ബ്ലൈൻഡ്ലി എന്ത് ചെയ്യരുത്, ഒരു ടെക്നിക്കിനെ ഫോളോ ചെയ്യരുത്. ആ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാം, അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടില്ല അപ്പൊ അത് തന്നെ ഇവിടെ എന്തെങ്കിലും അപ്ലൈ ചെയ്യില്ല എന്നുള്ള രീതിയിൽ ചെയ്യരുത്, അങ്ങനെ നിൽക്കരുത്. യു ഹാവ് ടു ഇംപ്രൂവൈസ്. സെയിം സാധനം തന്നെയാണ് നമ്മൾ പറയാറില്ലേ, പഴയ വീഞ്ഞ് ബട്ട് പുതിയ കുപ്പിയിലാക്കിയിട്ട് UPSC അടുത്ത വർഷം ചോദിക്കാം. ബട്ട് യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഐഡന്റിഫൈ ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ഇംപ്രൂവൈസ് ദ ടെക്നിക്സ് ദാറ്റ് യു ഹാവ് പ്രാക്ടീസ്ഡ് ആൻഡ് ടു ഇംപ്ലിമെന്റ് ഇറ്റ് ടു ഫൈൻഡ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം, ഇംപ്രൂവൈസ് ചെയ്തിട്ട് റൈറ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് ആൻഡ് സ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. സോ അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സീരീസിന്റെ ബാക്കി കണ്ടിന്യൂഷൻ കൂടെ, അതായത് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ സിമിലർ പാറ്റേണിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി നമ്മൾ ടെസ്റ്റ് സീരീസ് ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ടെസ്റ്റ് സീരീസ് കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. അതല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ എന്ത് ചെയ്യും, അനാലിസിസിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 2 ചാനലിലും, അതായത് നമ്മുടെ KS റാങ്കറിലും അതുപോലെ തന്നെ IAS റാങ്കർ, ഈ 2 ചാനലിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ അപ്ഡേറ്റ്സ്, അതായത് മൊത്തം ക്ലാസ് കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ KS റാങ്കർ എന്ന് പറയുന്ന ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മൊത്തം ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റും കിട്ടും. അപ്പൊ ലൈവ് സെഷനിൽ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ എന്താ പറയുക ഇമെയിൽ ID കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, അപ്പൊ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താണ് കൂടുതലായിട്ട് വേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ അറിയിക്കുക. ഇതിന്റെ കൂടെ തന്നെ പാരലൽ ആയിട്ട് നമ്മുടെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ദാറ്റ്സ് ഓൾസോ ലൈക്ക് വർത്ത് ഇറ്റ്. ഓക്കെ, നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും കാണേണ്ട ഒരു സീരീസ് തന്നെയാണ് അത്. അതും കൂടെ എന്ത് ചെയ്യാം, കാണാം. കാരണം ഈ രണ്ടും നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പ്രിലിംസ് ഒരു പക്ഷേ പ്രിലിംസിനും കാട്ടിലും എന്താ പറയാ ഇമ്പോർട്ടൻസ് മെയിൻസ് ആണ്. മെയിൻസ് എന്ന് പറയുന്നതാണ് ആസ്പെക്ട്സ് ഇൻ UPSCയുടെ ക്ലബ്സ് എന്ന് പറയുന്നത്. UPSC സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് മെയിൻസ് ആണ്. സോ ഡെഫിനറ്റ്ലി അത് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. സോ താങ്ക്സ് ഫോർ ദ പേഷ്യൻസ്.